നമസ്കാരം, ഞാൻ ആലിസ് മാത്യു. നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയത്തെ പറ്റിയാണ് ചർച്ച ചെയ്തു വന്നിരുന്നത് അല്ലേ, നാർസിസിസത്തിനെ പറ്റി. എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ചിലർ അഭിപ്രായപ്പെട്ടു കൂടുതലും നാർസിസിസ്റ്റ് ആയിട്ടുള്ളവര് സ്ത്രീകളാണെന്ന്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. ഈ നാർസിസിസ്റ്റുകളുടെ കൂട്ടത്തിൽ സ്ത്രീകളും ഉണ്ട്. എന്നാൽ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു നോക്കിയെന്നാൽ ഇവരുടെ എണ്ണത്തിന്റെ പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞെന്നാലുണ്ടല്ലോ പുരുഷന്മാരാണ് സ്ത്രീകളെക്കാളും കൂടുതലായിട്ട് നാർസിസിസ്റ്റ് ആയിട്ടുള്ളവർ. ഞാൻ അമേരിക്കയിലാണ് ആദ്യമായിട്ട് സ്ത്രീകളെ ഇത്രയും ബഹുമാനിക്കുന്നത് കണ്ടത് കേട്ടോ. ഇപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഭർത്താവ് വന്ന് കാറിന്റെ ഡോറ് തുറന്ന് ഭാര്യ അതിനകത്ത് കയറിയതിനു ശേഷമാണ് ഭർത്താവ് കാറിൽ കയറുന്നതും ഓടിച്ചു പോകുന്നതും. അതുപോലെ എല്ലാത്തിനും ലേഡീസ് ഫസ്റ്റ് എന്നുള്ള ഒരിതാണ്. ഇങ്ങനെ ഈ കാണിക്കുന്ന ഈ രാജ്യത്ത് പോലും കൂടുതൽ നാർസിസിസ്റ്റിക് ബിഹേവിയർ കണ്ടുവരുന്നത് പുരുഷന്മാരിലാണ്. നിങ്ങൾക്ക് ലിറ്ററേച്ചർ സെർച്ച് ചെയ്യാവുന്നതാണ്, പരിശോധിച്ചെന്നാൽ കണിശമായിട്ടും അറിയാവുന്നതാണ് ഞാൻ പറയുന്ന ഈ സ്റ്റാറ്റിസ്റ്റിക്സ്. പിന്നെ വേറൊരു സഹോദരൻ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ എൻ്റെ ഈ വീഡിയോയിലൂടെ എരുതിയിൽ എണ്ണ ഒഴിക്കുകയാണെന്ന്. സഹോദര, ഒരിക്കലും ഞാൻ എരുതിയിൽ എണ്ണ ഒഴിക്കുകയല്ല. നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ അവിടെ എരുതി ഉണ്ടെന്ന് എന്ന് പറഞ്ഞാൽ തീ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ആ എരിയുന്ന തീയെ ഒന്ന് തല്ലിക്കെടുത്താൻ വേണ്ടിയാണ് എൻ്റെ വീഡിയോസൊക്കെ. ആ തീയില് ആരും സ്ത്രീയോ പുരുഷനോ ഒന്നും എരിഞ്ഞ് ചാമ്പലാകാനുള്ളതല്ല. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഭാര്യയുടെ പീഡനം കൊണ്ട് എത്ര ഭർത്താക്കന്മാരുണ്ട് അവരുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയി ആത്മഹത്യ ചെയ്തത്? ഒന്ന് പറയാമോ? ഞാൻ കഴിഞ്ഞ 1 വർഷമായിട്ട് നാട്ടിലുണ്ട്, കേരളത്തിലാണ്. ദിവസവും ന്യൂസ് കാണും. അപ്പൊ ആ ന്യൂസുകളെല്ലാം കാണും. ഈ കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഏതെങ്കിലും ഒരു ഫാദർ, ഏതെങ്കിലും ഒരു ഭർത്താവ് തൻ്റെ പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് ഭാര്യയുടെ പീഡനം സഹിച്ച് അല്ലെങ്കിൽ ഭാര്യയുടെ നാർസിസിസ്റ്റിക് ബിഹേവിയർ കൊണ്ട് പോയി ആത്മഹത്യ ചെയ്തെന്ന് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ, അല്ലെ നമുക്കൊന്ന് അറിയാമല്ലോ. ഈ സമയത്ത് ഞാനൊരു കാര്യം പറയട്ടെ. ഒരാഴ്ചയ്ക്ക് മുമ്പ് നടന്ന ഒരു സംഭവം നിങ്ങൾ ആരും മറന്നിരിക്കാൻ ഇടയില്ല. കാരണം അത്രയ്ക്ക് ഹൃദയഭേദകമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു അത്. എന്താണെന്ന് അറിയാമോ? ഷൈനി എന്ന ഒരു BSc നേഴ്സ് തൻ്റെ 2 മക്കളെയും കൊണ്ട്, അതോ 11ഉം 10ഉം പ്രായമുള്ള പെൺമക്കളെയും കൊണ്ട് ട്രെയിനിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തു. സഹിക്കാൻ പറ്റുന്നുണ്ടോ ആർക്കെങ്കിലും? ആ സ്ത്രീ എന്തുമാത്രം പീഡനം അനുഭവിച്ചെന്ന് നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം. ഇതൊക്കെ ഭയങ്കര ക്രൂരതയുടെ അല്ലെങ്കിൽ പീഡനത്തിന്റെ ഫലം തന്നെയാണ്, അതിൽ ഒരു സംശയവുമില്ല. ആ സ്ത്രീക്ക്, ആ അമ്മയ്ക്ക് ആരെങ്കിലും കുറച്ച് സപ്പോർട്ടും കരുണയും ഒക്കെ കാണിച്ചിരുന്നെങ്കിൽ ആ 3 ജീവിതങ്ങൾ പൊലിയുമായിരുന്നോ? ഒരു BSc നേഴ്സ് ആയിരുന്ന ഷൈനിയെ വീട്ടുജോലി ചെയ്യാനും ഭർത്താവിന്റെയും വീട്ടുകാരുടെയും കാര്യങ്ങളും എല്ലാം നോക്കാൻ വേണ്ടി ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ പിടിച്ചു നിർത്തി. ആ പാവ സ്ത്രീ അതനുസരിച്ച് ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും വീട്ടുകാര്യവും എല്ലാം നോക്കി അങ്ങനെ തന്റെ ജീവിതം സാക്രിഫൈസ് ചെയ്ത് അവിടെ നിന്നു. എന്തുവാ, തനിക്ക് നല്ലൊരു ഭാവിയുണ്ട്, തന്റെ കുഞ്ഞുങ്ങളെയൊക്കെ നല്ലപോലെ വളർത്താൻ പറ്റുമെന്നുള്ള ഒരു കണക്കുകൂട്ടലല്ലേ പുള്ളിക്കാരത്തി അങ്ങനെ ചെയ്തത്. അപ്പൊ ഈ പുള്ളിക്കാരത്തിയുടെ കുറ്റം എന്തുവാ? ഭർത്താവ് പറഞ്ഞതനുസരിച്ച് ജോലിക്ക് പോകാതെ വീട്ടുകാര്യവും നോക്കി വീട്ടിൽ നിന്നതാണോ ഈ സ്ത്രീയുടെ കുറ്റം? എന്റെ വീഡിയോസിലൊന്നും ഞാനൊരു സ്പെസിഫിക് ജെൻഡർ ആയിട്ടോ അല്ലെ സ്പെസിഫിക് ഒരു കാറ്റഗറിക്കായിട്ടോ ഒന്നും പറയുന്നില്ല. കോമൺ സെൻസ് ഉള്ളവർക്ക് ഇത് മനസ്സിലാകുമെങ്കിൽ മനസ്സിലാക്കട്ടെ. ഞാൻ ഈ നാർസിസിസത്തിനെ പറ്റി പറഞ്ഞതിന്റെ കാരണം എന്ന് പറഞ്ഞെന്നാൽ ഏതെങ്കിലും പുരുഷനോ സ്ത്രീയോ ഈ വക സ്വഭാവ വൈകല്യമുള്ളവരുടെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് കണ്ണ് തുറന്ന് ചെവി തുറന്ന് ഈ വക കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. തന്റെ ജീവിതം നശിപ്പിക്കരുതെന്ന് പറയാൻ വേണ്ടിയാണ്. ഇനിയും ഒരു ഷൈനി പോലും ഇതുപോലെ മക്കളെയും കൂട്ടി ആത്മഹത്യക്ക് പോകരുത്. ഞങ്ങൾ താമസിക്കുന്നതിന് അടുത്തുള്ള ഒരു റെയിൽവേ ട്രാക്കിലാണ്, പാറോലിക്കൽ റെയിൽവേ ട്രാക്കിലാണ് ഈ നടന്ന സംഭവം. അപ്പോൾ ഏതെങ്കിലും സ്ത്രീയോ പുരുഷനോ ആരുമാവട്ടെ ഇതുപോലത്തെ പീഡനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, കാരണം ഇതൊക്കെ വലിയ 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 വാക്കുകളാണ് ഈ നാർസിസിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞെന്ന. ഈ ഗാർഹിക പീഡനം അല്ലെങ്കിൽ ഭർത്താവിന്റെ പീഡനം, അമ്മായിയമ്മയുടെ പീഡനം എന്നൊക്കെ പറഞ്ഞ് മാത്രമേ നമ്മൾ കേട്ടുള്ളൂ. അത് തന്നെയാണ് ഈ നാർസിസിസം എന്ന് പറയുന്നത്. കാരണം ഇവർക്കൊക്കെ സ്വഭാവ വൈകല്യം ഉള്ളതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഇനി ആർക്കും ഉണ്ടാകരുത്. അതിനു വേണ്ടിയാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ, യങ് ആയിട്ടുള്ളവരും മിഡിൽ ഏജ് ആയിട്ടുള്ളവരും എല്ലാം ഈ നാർസിസം എന്താണെന്നും അങ്ങനെയുള്ളവരുടെ കൂടെ ജീവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നും എങ്ങനെ അതിജീവിച്ച് സന്തോഷമായിട്ട് ജീവിക്കാം അല്ലെങ്കിൽ ജീവിച്ചു പോകാം, ആത്മഹത്യ അല്ല അതിനൊരു പരിഹാരം എന്ന് ഓർക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അതിനിപ്പോൾ നാർസിസിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ വേദനിപ്പിച്ചെങ്കിലോ ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ചെങ്കിലോ ഞാൻ യാതൊരു വിധത്തിലും ഉത്തരവാദിയല്ല.
അല്ലാതെ മെന്റൽ ഡിപ്രഷൻ അടിച്ചിട്ട് ആത്മഹത്യയ്ക്ക് തുനിയരുത്. ആത്മഹത്യ അല്ല പരിഹാരം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ കല്യാണം കഴിച്ചു വരുന്ന കുട്ടി അല്ലെ മിഡിൽ ഏജ് ആയിട്ടുള്ളവരോടൊന്ന് പറയട്ടെ. ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. കല്യാണം കഴിച്ച ഒരു പെൺകുട്ടി വീട്ടിലോട്ട് വരുമ്പോൾ ഭയങ്കര മധുര സ്വപ്നങ്ങളും ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ജീവിതം എന്ന് പറയുമ്പോൾ ആടി പാടി പാട്ടും പാടി അങ്ങനെ ആർത്തുല്ലസിച്ച് പാർക്കിൽ കൂടെയും ബീച്ചിൽ കൂടെയും എല്ലാം പോയി അങ്ങനെ ജീവിതം നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ജീവിക്കുകയാണെന്നും വിചാരത്തോടു കൂടിയാണ് ഈ പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ചു വരുന്നത്. ഒരു ഹണിമൂൺ പീരീഡ് കഴിയുമ്പോൾ തന്നെ ഭർത്താവിന്റെയും വീട്ടുകാരുടെയും കുറച്ചൊക്കെ സ്വഭാവങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അല്ല, ഇനിയിപ്പൊ മനസ്സിലായില്ലെന്ന് വിചാരിക്കട്ടെ. ആ സമയത്തൊന്നും ഇല്ല, ഇവരെല്ലാരും പുറം പൂച്ചായിട്ട് നല്ലതായിട്ട് അങ്ങ് ആയിപ്പോയെന്നങ്ങ് വിചാരിക്കുക. എന്നിരുന്നാലും ഒരു 1.5 വർഷത്തിനകം ഒരു കുട്ടി ഉണ്ടായി പ്രസവിച്ചെഴുന്നേറ്റ് ഭർത്താവിന്റെ വീട്ടിലോട്ട് തിരിച്ചു ചെല്ലുന്ന ആ കാലയളവാകുമ്പോഴേക്കും ഡെഫിനറ്റ് ആയിട്ടും ഭർത്താവിന്റെയും വീട്ടുകാരുടെയും ബന്ധുക്കാരുടെയും ഒക്കെ സ്വഭാവം ഏറെക്കുറെ മനസ്സിലാക്കാൻ പറ്റും. പെൺകുട്ടികളൊക്കെ പ്രത്യേകിച്ച്, ഞാൻ പറയുന്ന പെൺകുട്ടികളൊക്കെ പ്രത്യേകിച്ച് നല്ലവണ്ണം വിജിലന്റ് ആയിട്ടിരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കി കുറ്റം പറയാനായിട്ടോ അല്ലെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തോ എന്നുള്ളതല്ല പറയണ്ടേ. അപ്പൊ അതിനാണ് നിങ്ങൾ വാസ്തവത്തിൽ എന്താണ് ഈ നാർസിസം എന്നും നാർസിസിസ്റ്റിക് ബിഹേവിയർ എന്താണെന്നും പീഡനം എന്താണെന്നും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. അല്ലാതെ ചുമ്മാ എന്തെങ്കിലും പറഞ്ഞ് ഒരു കാര്യം പറയുന്നൊന്നും അല്ല ഈ കാര്യങ്ങൾ. ആ സമയത്ത് ഇവരുടെ സ്വഭാവങ്ങളൊക്കെ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ ആ സ്വഭാവം മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം പെൺകുട്ടി അതനുസരിച്ച് പ്രവർത്തിക്കണം. അല്ലാതെ പെൺകുട്ടികൾ ഒരിക്കലും കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന യന്ത്രങ്ങളായി മാത്രം മാറരുത്. കുടുംബവും കുഞ്ഞുങ്ങളും എല്ലാം വേണം. വീട്ടിലെ സ്ഥിതി എന്താണെന്നും ഫ്യൂച്ചർ എങ്ങനെയാകണമെന്നും ഒക്കെ ഇവർക്കൊരു കാൽക്കുലേഷൻ വേണം. കാരണം നാളെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെയൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അല്ലെങ്കിൽ ഭർത്താവിന്റെ ആ കാശ് കൊണ്ട് ജീവിച്ചു പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടായി കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കാനായിട്ടും ഒക്കെ ഇതുകൊണ്ട് തികയത്തില്ല. നമ്മൾ ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുകയുള്ളൂ. അതിന് മുമ്പ് കാണുമ്പോൾ നമുക്ക് ഇത്രയും കാശ് കിട്ടി, 50,000 രൂപ നമുക്ക് മാസം കിട്ടും, അത് എമ്പടി ഉണ്ടെന്നും പറഞ്ഞിരിക്കും. പക്ഷെ നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോൾ മാത്രമേ അറിയുള്ളൂ അത്രയും പൈസ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഇങ്ങനെ ആദ്യമേ ജോലിക്ക് പോയിട്ടില്ലെന്ന് പറഞ്ഞെന്നാലും കണിശമായിട്ടും ജോലിക്ക് പോകണമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല, ആളുകളുടെ സ്വഭാവമാണേ. അപ്പൊ ജോലിക്ക് പോകണമെന്ന് പറയുമ്പോൾ ഈ ഭർത്താവും വീട്ടുകാരും ഒക്കെ എതിർക്കുമായിരിക്കും. പക്ഷെ ആ പോയിന്റിലുണ്ടല്ലോ നിങ്ങള് നല്ല ഒരു ഉറച്ച നിലപാടെടുക്കണം. വഴക്ക് പിടിക്കുമെന്നല്ല വേണ്ടിയേ, ഇല്ല, ഇതാണ് പോണം, ഇത്രയും കൊണ്ടൊന്നും നടക്കത്തില്ല. അപ്പൊ ജോലിക്ക് പോണം, കുഞ്ഞുങ്ങളും വളരണം. സപ്പോസ് നാളെ ഒരു പ്രതിസന്ധി ഘട്ടമാണ് വരുന്നതെങ്കിൽ സ്ത്രീകൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ അതിനകത്ത് കുഞ്ഞുങ്ങളെ വളർത്താനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. ഷൈനി അത്രയും നാളത്തെ ഒരു ജോലിയുടെ ഗ്യാപ്പ് ഉണ്ടായിരുന്നുകൊണ്ടാണ് ആ കുട്ടിക്ക് BSc നേഴ്സ് ആയിട്ട് പോലും ഒരു ജോലി ആരും കൊടുക്കാഞ്ഞേ. അതിന് പിന്നെ കഥകൾ കാണുമായിരിക്കും. എന്നിരുന്നാലും അപ്പോൾ അങ്ങനത്തെ ഒരു ബ്രേക്ക് വരാൻ നോക്കും. ഇപ്പൊ എല്ലാം സ്മൂത്ത് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് പോവുകയാണെങ്കിലുണ്ടല്ലോ നിങ്ങൾ എൻജോയ് ചെയ്തോന്നേ. ഒരു കുറച്ചും കൂടി പൈസ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതം നല്ലതാക്കുകയല്ലേ ഉള്ളോ. അതുകൊണ്ട് പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നവർ മുതൽ റിട്ടയർ ആകാൻ പോകുന്നത് വരെയുള്ളവർ ഈ കാര്യങ്ങളൊന്ന് കണിശമായിട്ടും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. സപ്പോസ് നമുക്കിപ്പോൾ ആരുടെയും സ്വഭാവം, പണ്ടൊരു വർത്താനമുണ്ട്, എനിക്ക് എന്നെ തുന്നിച്ച് നോക്കി, ചക്കയൊക്കെ ഉണ്ടല്ലോ മൂത്തതാണെന്ന് നമ്മൾ തുന്നിച്ച് നോക്കുവേ. അപ്പൊ അങ്ങനെയൊന്നും നമുക്ക് പുരുഷനെയോ സ്ത്രീയോ ഒന്നും തുന്നിച്ച് നോക്കിയിട്ട് നമുക്ക് കല്യാണം കഴിക്കാനും പറ്റത്തില്ല. പ്രേമിച്ചാണെങ്കിലും അല്ലെങ്കിലും ഒന്നും അറിയത്തില്ല. തന്നെ കൂടെ ജീവിക്കുമ്പോൾ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. സപ്പോസ് ബൈ ബാഡ് ലക്ക് നമുക്കൊരു നാർസിസ്റ്റിനെയാണ് നമ്മുടെ പാർട്ട്ണറായി കിട്ടിയിരിക്കുന്നെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അയ്യോ ഇതെന്തോ ബിഹേവിയർ ആണ്, ഇതെങ്ങനെ അതിജീവിച്ചു പോവും, മുന്നോട്ട് കൂടി വരത്തേ ഉള്ളൂ കേട്ടോ. കല്യാണത്തിന് തുടങ്ങുമ്പോൾ ഒരു ചെറുതായിട്ടൊക്കെ കാണുകയുള്ളൂ. നമ്മൾ പോട്ടെ എന്ന് വെക്കും. പക്ഷെ പോകെ അത് കൂടിയേ വരുവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം നമ്മൾ കണ്ടു, ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൗൺസിലിങ്ങിനോ സൈക്കോതെറപ്പിക്കോ ഒക്കെ കണിശമായിട്ട് സജസ്റ്റ് ചെയ്ത് പോകണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു, നാർസിസിസ്റ്റ് ബിഹേവിയർ ഉള്ളവരുടെ കൂടെ ജീവിക്കേണ്ടത് എങ്ങനെയാണ്, ഇതെന്താണെന്ന് മനസ്സിലാക്കണം. സെറ്റ് ബൗണ്ടറീസ്, അതിനകത്തൊന്നും പിന്നോട്ട് പോകരുത്. ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയണം. അത് ദൃഢമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ധൈര്യം വേണം. ആണാവട്ടെ പെണ്ണാവട്ടെ, സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, അത് കണിശമായിട്ടും തൻ്റെ ഇടത്തോടുകൂടി ഒരു തീരുമാനമെടുക്കാനായിട്ടുള്ള ഒരു വേണം. നിങ്ങളെല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമാണ്, ആത്മഹത്യ അല്ല ഇതിനൊന്നും പരിഹാരം എന്നുള്ളത്. കതിരെ കൊണ്ടുപോയി വളം വെക്കാൻ പറ്റത്തില്ല കേട്ടോ. ഈ ഷൈനിക്ക്, പിന്നെയും ഞാൻ ഷൈനിയുടെ കാര്യം പറയുവാണേ,
12 വർഷത്തെ ജോലിയുടെ ഗ്യാപ്പ് ഉണ്ടായി പോയത് കൊണ്ടാണ് ആ കുട്ടിക്ക് ഒരു ജോലി കിട്ടാതെ പോയത്. അതിന് വേറെ കാര്യങ്ങളും ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെയാ ജോലി കിട്ടാതെ പോകുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ വലിയ സൂപ്പർവൈസറായിട്ടോ മാനേജറായിട്ടോ ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞാലും ഒരു സ്റ്റാഫ് നേഴ്സായിട്ട് ഒരു BSc ആയിട്ടുള്ള ഒരു അറ്റ്ലീസ്റ്റ് പ്രൊബേഷണറി ആയിട്ട് ഒരു 3 മാസം കഴിഞ്ഞിട്ട് എടുത്താൽ മതി. വർക്കൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞ്, അല്ലെങ്കിൽ അത് പഠിച്ചു കഴിഞ്ഞിട്ട് എടുത്താൽ മതി, നല്ല ശമ്പളം കൊടുത്താൽ മതി. അങ്ങനെയൊക്കെ ഒന്ന് തീരുമാനിക്കാനായിട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അവിടെ വേക്കൻസി ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇങ്ങനെ വിഷമങ്ങൾ അനുഭവിക്കുന്നവരും ഒരു രക്ഷയില്ലാത്തവരൊക്കെയാണെന്ന് പറയാണ്ടല്ലോ, മീഡിയയിലോട്ട് പറയണം. എത്ര പേര് സഹായിക്കാനായിട്ട് കാണുമെന്നറിയാമോ? നിങ്ങളുടെ കടങ്ങൾ മുഴുവനും ആരും എഴുതി തള്ളുമെന്നോ അങ്ങനെയൊന്നും വിചാരിക്കാൻ പാടില്ല. ആരാൽ കഴിയുന്ന സഹായങ്ങൾ എന്തെങ്കിലും ചെയ്ത് നിങ്ങൾക്കൊരു താങ്ങും തണലുമായിട്ട് നിൽക്കും. അപ്പൊ എനിക്ക് പറയാനായിട്ട് ഇതേ ഉള്ളൂ, സ്ത്രീയോ പുരുഷനോ ആരും ആട്ടെ ഈ നാർസിസിസ്റ്റിക് ബിഹേവിയർ ഉള്ളവർ അവരുടെ കൂടെ ജീവിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇനി ഒരു ഷൈനി പോലും നമ്മുടെ ഇടയിൽ ഉണ്ടാകരുത്. അതിനുള്ള ധൈര്യം എസ്പെഷ്യലി പെൺകുട്ടികൾക്ക് വേണം. അപ്പോൾ ബൈ, ടേക്ക് കെയർ.